ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറയുന്ന ജാപ്പനീസ് ആനിമി ടി വി സീരീസിൻ്റെ സീസൺ 1 അതിലെ 7ാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 27 ഈ വീഡിയോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കത്തിന് കാണിക്കുന്നത് നമ്മുടെ യൊറോയിച്ചി പൂച്ചയാണെങ്കിൽ ഏതോ ഒരു വീടിൻ്റെ റൂഫ് ടോപ്പിൽ നിന്നിട്ട് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാടധികം സോൾ റിപ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇച്ചുവനെ കൂട്ടുകാരനെ പിടിക്കാൻ വേണ്ടിയാണ് അവർ ഓടുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ യൊറോയിച്ചി പൂച്ച ആ റൂഫ് ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റൂക്കിയുടെ ജയിലെന്നല്ല, റൂക്കിയ നേരത്തെ കിടന്ന ജയിലാണ്. അവിടേക്ക് ഒരു സോൾ റിപ്പർ ഫുഡ് കൊണ്ട് വരികയാണ്. നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ റൂക്കിയനെ കാണുന്നില്ല. ഇതേ സമയം തന്നെ അങ്ങോട്ട് വേറെ സോൾ റിപ്പർ കടന്നു വന്നിട്ട് പറയുകയാണ് റൂക്കിയനെ വേറെ ജയിലിലേക്ക് മാറ്റി, എക്സിക്യൂഷൻ നടക്കുന്ന ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇത് കേട്ട് ആ ഫുഡ് കൊണ്ടുവരാൻ നിന്ന ആ സോൾ റിപ്പർ ഉണ്ടല്ലോ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അത് മാറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ അവളുടെ എക്സിക്യൂഷൻ കുറച്ചും കൂടെ നേരത്തെ നടക്കാൻ വേണ്ടി പോവുകയാണെന്ന് ആ പെണ്ണായിട്ടുള്ള സോൾ റിപ്പർ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോയും അതുപോലെ തന്നെ ആ മുട്ടത്തലയനായിട്ടുള്ള സോൾ റിപ്പറിൻ്റെയും ഫൈറ്റാണ്. അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്പിയർ പോലത്തെ സാധനമൊക്കെ നമ്മുടെ ഇച്ചിഗോ അടിച്ച് തെറിപ്പിക്കുന്നൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡോഡ്ജ് ചെയ്തും എല്ലാം. നമ്മുടെ ഇച്ചിഗോൻ്റെ മുഖത്തേക്ക് ഇതേ സമയം തന്നെ ആ മുട്ടത്തലയനായിട്ടുള്ള സോൾ റിപ്പർ അങ്ങ് ചവിട്ടുക. നീ വളരെയധികം സ്ട്രോങ് ആണ്, പക്ഷെ നിനക്ക് ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ല നിനക്ക് എൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്നവൻ പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇച്ചിഗോയോട് നിന്റെ വെപ്പൺ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. നോക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ വെപ്പൺ ഉണ്ടല്ലോ അത് ചെറുതായിട്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ആ മുട്ടത്തലയിലായിട്ടുള്ള സോൾ റിപ്പർ ഒന്ന് ചെറുതായിട്ട് ടെൻഷനൊക്കെ അടിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും അവൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി. അതേസമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഒരു കാര്യം പ്ലാൻ ചെയ്യുകയാണ്. ആ മുട്ടത്തലയിലായിട്ടുള്ള സോൾ റിപ്പറിൻ്റെ കയ്യിലിരിക്കുന്ന വെപ്പൺ എനിക്ക് പൊട്ടിക്കാൻ വേണ്ടി സാധിച്ചാൽ പിന്നെ അവൻ ഒരിക്കലും എൻ്റെ കൂടെ പിടിച്ച് നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആകാശത്തിലേക്ക് ചാടിയിട്ട് അവൻ്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് ആ മുട്ടത്തലയും സോൾ റിപ്പറിൻ്റെ കയ്യിലിരിക്കുന്ന വെപ്പൺ അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് കാണിക്കുന്നത് 11th ഡിവിഷൻ ക്യാപ്റ്റനെയാണ്. ക്യാപ്റ്റൻ്റെ ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടുള്ള മോമോ ആണെങ്കിൽ ക്യാപ്റ്റൻ്റെ വഴി ഇപ്പോൾ തെറ്റിച്ചിരിക്കുകയാണ്. ഏതോ ഒരു സ്ഥലത്താണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ മോമോ ആണെങ്കിൽ വഴി തെറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ്. നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാമെന്നും പറയും. കാണിക്കുന്നത് നമ്മുടെ ഒറിഹിമിനെയും അതുപോലെ തന്നെ ഇഷിതേനെയുമാണ്. അവരെങ്ങനെയൊക്കെയോ സോൾ റിപ്പേഴ്സിൻ്റെ കണ്ണിൽ പെടാതെ എവിടെയോ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് എവിടെ കൂടെയോ പൊക്കോണ്ടിരുന്ന സോൾ റിപ്പേഴ്സിനെ നമ്മുടെ ഒറിഹിമയാണെങ്കിൽ അറിയാതെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഇത് നമ്മുടെ ഇഷിതയും കാണുന്നുണ്ട്. നമ്മുടെ ഇഷിതയും ഒറിഹിമയും കൂടെ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഈ സമയത്ത് തന്നെ നമ്മുടെ ഇഷിതയാണെങ്കിൽ അവരുമായിട്ട് പോരാടാൻ വേണ്ടി ചെറുതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാടധികം ബഹളമായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒറിഹിമയാണെങ്കിൽ അവളുടെ ചെവി പൊത്തി വെച്ചിരിക്കുകയാണ്. അവൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്താണ് അവരൊരു കാര്യം കാണുന്നത്. അവരെ 3 സ്ഥലത്തു നിന്നും സോൾ റിപ്പേഴ്സ് വളഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടുടനെ തന്നെ അവരുമായിട്ട് പോരാടണമെന്നുള്ള ഈ പ്ലാൻ മാറ്റിയിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് കണ്ടം വഴി ഓടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാധുവിനെയാണ്. നമ്മുടെ സാധു ആണെങ്കിൽ ഒരു മരത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാടധികം ബഹളം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അവിടെ ഇച്ചിഗോ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് പോയി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗാച്ചുവിനെയാണ്. നമ്മുടെ ഗാച്ചുവിനെയും ആ സോൾ റിപ്പർ എങ്ങനെയൊക്കെയോ നമ്മുടെ ഗാച്ചുവിനെ കണ്ടുപിടിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഗാച്ചുവിൻ്റെ ടെക്നിക്കായിട്ടുള്ള മുകൾ ബോൾ ടെക്നിക്കാണെങ്കിൽ അവിടെ ഇടുകയാണ്. ഇതിടുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗാച്ചുവിൻ്റെ കണ്ണ് എരിയുന്നുണ്ട്, അതുപോലെ തന്നെ ആ സോൾ റിപ്പറിൻ്റെ കണ്ണ് എരിയുന്നുണ്ട്. ഇനി അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അതുപോലെയാണ് അവിടെ സംഭവിക്കുന്നത്. സമയത്ത് തന്നെ നമ്മുടെ ഗാച്ചു ആണെങ്കിൽ ആ ഭിത്തിയുടെ മണിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഗാച്ചു വീഴുന്നത് എന്തോ ഒരു ഗാർബേജ് വേസ്റ്റിൻ്റെ അതിലേക്ക് സോൾ റിപ്പർ വീഴുന്നുണ്ട്. അവിടെ ഒരുപാടധികം സ്മെല്ലുമാണ്. എന്നാൽ അവർ രണ്ടുപേരും വേറെ വഴിയില്ലാതെ അവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നാൽ നമ്മുടെ ഗാച്ചു ആണെങ്കിൽ ആ സോൾ റിപ്പറിനെ പറ്റിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇച്ചിഗോനെയും അതുപോലെ തന്നെ ആ മുട്ടത്തലയനായിട്ടുള്ള സോൾ റിപ്പറിനെയുമാണ്. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവൻ്റെ ഫുൾ പവർ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ആ സോൾ റിപ്പറിൻ്റെ ആ വെപ്പൺ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതേ സമയം തന്നെ അവൻ്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് ആ മുട്ടത്തലയനായിട്ടുള്ള സോൾ റിപ്പറിൻ്റെ വെപ്പൺ ആണെങ്കിൽ നമ്മുടെ ഇച്ചിഗോ അടിച്ചങ്ങ് നശിപ്പിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ സോൾ റിപ്പറിന് ഒരു ചെറിയ മുറിവും ഉണ്ടാകുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഫുഗാക്കു പറയുകയാണ് ഇവൻ വളരെയധികം പവർഫുൾ ആണ്, അതുകൊണ്ട് തന്നെ നീ ഇതുവരെ എന്നെ തോപ്പിച്ചിട്ടില്ല. നീ എന്നെ തോപ്പിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നീ എൻ്റെ കൈ വെട്ടണം, അല്ലെങ്കിൽ നീ എന്നെ കൊന്നുകളയണം. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ ഈ ഫൈറ്റിന് അവസാനം കാണത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഫുഗാക്കു വീണ്ടും നമ്മുടെ ഇച്ചിഗോനെ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഫുഗാക്കുവിൻ്റെ അറ്റാക്ക് ആണെങ്കിൽ നമ്മുടെ ഇച്ചിഗോ അന്നേരം തന്നെ നമ്മുടെ ഡോഡ്ജ് ചെയ്യുകയാണ്. ഡോഡ്ജ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവൻ്റെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫുഗാക്കുവിൻ്റെ കൈ അങ്ങ് മുറിച്ച് കളയുകയാണ്. നമ്മുടെ ഫുഗാക്കുവിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല തന്നെ അവൻ ഡിഫീറ്റ് ചെയ്തെന്നുള്ള കാര്യം.
അങ്ങനെ ഡിഫീറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കിയ ആ മുട്ടത്തലേനായിട്ടുള്ള ഒരു സോൾ റിപ്പർ അവിടെ തളർന്ന് താഴെ വീഴുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ചു നേരം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ മുട്ടത്തലേനായിട്ടുള്ള സോൾ റിപ്പറിന് ബോധം വരികയാണ്. താൻ എന്താ മരിക്കാത്തെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നിൽ ഇച്ചിഗോ നിപ്പുണ്ട്. നിന്റെ ബോധം പോയ സമയത്ത് ഞാൻ നിന്റെ സംഭവത്തുവിൻ്റെ പുറകിലുണ്ടായിരുന്ന ആ ഓയിൽമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ നിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അത് കാരണമാണ് നിനക്കൊന്നും മുറിവില്ലാഞ്ഞത്. ഇത് കേട്ടുകൊണ്ടിരുന്നേ തന്നെ തലേനായിട്ടുള്ള സോൾ റിപ്പർ അവിടെ കിടന്ന് അലക്കുകയാണ്. കാരണം അവൻ ഇച്ചിഗോൻ്റെ നിന്ന് തോറ്റത് കൊണ്ട് തന്നെയാൽ അവന് വളരെയധികം വലിയൊരു അപമാനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് എഴുന്നേക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും വന്ന് നിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തേനെ എന്ന് അവൻ പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ ചിന്തിക്കുകയാണ്, ഇയാളെ രക്ഷിക്കേണ്ടായിരുന്നു ഉള്ള ഒരു കാര്യം. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇപ്പോൾ റൂക്കി എവിടെയാണ്? ഇതിനു വേണ്ടിയാണ് റൂക്കിയെക്കുറിച്ച് ചോദിക്കുന്നത്. അയാൾ ചോദിച്ചപ്പോൾ പറയുകയാണ്, ഞാനിവിടെ വന്നിരിക്കുന്നത് അവളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നീയും റൂക്കിയും തമ്മിലുള്ള ബന്ധമൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 5 പേരും ഒരു പൂച്ചയുണ്ടെന്നും പറയുന്നു. ഇത് കേട്ടിട്ട് അയാളൊന്ന് ഇല്ലാതായി പോയെങ്കിൽ പോലും അയാളൊന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കാൻ നേരത്ത് അവിടെ ഒരു വൈറ്റ് ടവർ ഉണ്ട്, അതിൽ നമ്മുടെ റൂക്കിയ ഉണ്ടെന്ന് നമ്മുടെ ആ സോൾ റിപ്പർ പറഞ്ഞു കൊടുക്കും. ഇതേ സമയം തന്നെ അവൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആരാണെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ പറയുന്നു, ചിലപ്പോൾ അത് ഞാനായിരിക്കുമെന്ന്. എന്നാൽ നീ സൂക്ഷിച്ചോ, ഞങ്ങളുടെ ക്യാപ്റ്റൻ നിന്നെ തേടി വരും. കാരണം ഞങ്ങളുടെ ക്യാപ്റ്റൻ ഒരിക്കലും വീക്കായിട്ടുള്ള പേഴ്സൺസിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺസിനോട് ഫൈറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം. അത് മാത്രമല്ല ഞങ്ങളുടെ ക്യാപ്റ്റൻ വളരെയധികം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു സോൾ റിപ്പറാണ്. നിനക്ക് അയാളെ കാണുമ്പോൾ തന്നെ അയാളുടെ പവർ എന്തുകൊണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കും. സോ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നടക്കുക. പേരെന്തുവാണെന്ന് നമ്മുടെ ഇച്ചിഗോ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുകയാണ്, കെംബാച്ചി സെറാംബെ. അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 2ൻ്റെ 7ാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ 27 അവസാനിക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നതേക്കുക. സോ ഗൈസ്, നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യാതെ പോകണ്ട. സോ ഗൈസ്, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആനിമി ഏതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. സോ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.